മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഉദയം പേരൂരിൽ തെരുവുനായ ആക്രമണം. സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഉദയം പേരൂരിൽ 4 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 7 പേർ തെരുവുനായ ആക്രമണത്തിൽ ഇരയായ സംഭവത്തിൽ പ്രതിഷേധമായി ജോസ് മാവേലി. സ്വന്തം വീട്ടിൽ മുറ്റമടിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടമ്മയുടെ തലയും മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ മുഖവും കടിച്ചുകീറിയ സംഭവത്തിൽ ഉദയം പേരൂരിലെ ജനങ്ങളാകെ ഭീതിയിൽ കഴിയുകയാണ്. ഉദയം പേരൂർ പഞ്ചായത്തിന് മുന്നിലാണ് ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി പ്രതിഷേധ സമരം അരങ്ങേറിയത്. 8 ആഴ്ചകൾക്കകം തെരുവ് നായ്ക്കളെ ഷെൽട്ടറിൽ അടക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി അധികാരികൾ ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദിനംപ്രതി 100 കണക്കിന് ആൾക്കാരാണ് കേരളത്തിൽ മാത്രം തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇന്നും ഇരയാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഭീകരാവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഇവിടെ ഭരണകർത്താക്കളും അതുപോലെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ആരും തന്നെ ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും വളരെ സൈലന്റ്. ഈ വിഷയം ആരും അറിയുന്നില്ല. ഇപ്പൊ ഈ കുഞ്ഞിന് അംഗൻവാടി പോണ കൊച്ചാണ്. ഈ കുഞ്ഞിനെ പട്ടി കടിച്ചിട്ട് അതിന് മുഖമൊക്കെ ആകെ ഇതിരിക്കുകയാണ്, ചെവിയിൽ കടിച്ചിട്ടുണ്ട്. ഏത് സമയത്താണ് പട്ടികൾക്ക് പേ പിടിക്കണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ പേ പിടിച്ച് മരിക്കുന്ന അവസ്ഥ നമ്മുടെ കൊച്ചുമക്കൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരും ഈ കാര്യത്തിൽ ഒരുമിക്കണം. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരേ ഇതായിട്ട് നിൽക്കണം. ഇവിടെ വലതുപക്ഷമെന്നോ ഇടതുപക്ഷമെന്നോ BJP എന്നൊന്നും പറയാതെ ഈ വിഷയത്തിൽ ഒറ്റ സെറ്റായിരുന്നുകൊണ്ട് കേരളത്തിൽ ജനങ്ങളുടെ മുഴുവൻ ആവശ്യമാണ് തെരുവുനായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റുന്നത്. സുപ്രീം കോടതി അടക്കം വിധി പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കണമെന്ന്. അത്രയ്ക്കും ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടായിട്ട് നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഭരണകർത്താക്കൾ, നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ, വിപ്ലവ പാർട്ടികളായ SFI, DYFI, KSU, യൂത്ത് കോൺഗ്രസ്, BJPയുടെ യുവമോർച്ച എന്ന് പറഞ്ഞ എല്ലാ സംഘടനകളും ഈ വിഷയത്തിൽ വളരെ സൈലന്റ് ആണ്. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാരാണ്. ഈ ദുരന്താവസ്ഥ കണ്ടിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണകർത്താക്കളും മുഖ്യധാരണ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മൗനം പാലിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ മഹാവിപത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ അതീതമായി എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് വിമോചനമായ സമരം സംഘടിപ്പിക്കും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.